ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹബീസ് ടീച്ചിങ് വേൾഡിൻ്റെ പുതിയതിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല, നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്രോബോയുടെ ബാക്കിയാണ് കേട്ടോ. 6ാം ക്ലാസ് ഒന്നും എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇത് എത്ര പാഠമാണ് നിങ്ങളുടെ ഓണപ്പരീക്ഷ? നമുക്ക് എന്തായിരുന്നാലും ഒരു 4 പാഠം തീർത്ത് വെക്കാം. പറ്റുവാണെങ്കിൽ നമുക്ക് 4 പാഠം തീർത്ത് വെക്കാം. പറ്റുന്നിടത്തോളം നമുക്ക് തീർക്കാം ഗൈസ്. 7ൻ്റെത് ഏകദേശം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. സോ നിങ്ങൾ നോക്കോളാം. നമ്മൾ എവിടെ വരെ പഠിച്ചു? നിയർ ആൻഡ് ഫോർ ടച്ച് ഓർ ഇവൻ ലുക്കം. ഇതുവരെയാണ് നമ്മൾ പഠിച്ചത്. എൻ്റെ ടെക്സ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഫോണിൽ നോക്കി പഠിപ്പിക്കുന്നത്. ഓക്കെ, ടെക്സ്റ്റ് അങ്ങനെ കിട്ടാനില്ല. സോ നമുക്ക് നോക്കാം. Everyone called him Slowpoke, even the children in the lower classes. എന്താണ്, ഇവനേക്കാളും എളിയ കുട്ടികളും ബാക്കി എല്ലാവരും അവനെ സ്ലോപോക്ക് 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 എന്നാണ് വിളിക്കുന്നത്. കാരണം എന്താണ്, പതുക്കെ ഇങ്ങനെ എഴിഞ്ഞെഴിഞ്ഞേ നടക്കുള്ളൂ, ആമകൾ എഴിയുന്ന പോലെ. ഓക്കെ, സ്ലോപോക്ക് എന്ന് വെച്ചാൽ പതിയെ പോകുന്നത് കേട്ടോ. എൻ്റെ മാർക്കറിൻ്റെയൊക്കെ ജീവൻ തീരും. സോ നോക്കാം. But Slowpoke or not, she became trudging to school every day. Trudging എന്ന് വെച്ചാൽ walk slowly with heavy step. ഇങ്ങനെ ഭയങ്കര ഉറച്ച കാലടിയോടെ ഇങ്ങനെ പതുക്കെ പതുക്കെ നടക്കുള്ളൂ. ആരെന്തൊക്കെ പറഞ്ഞാലും അവൻ എന്ത് ചെയ്യും? എല്ലാ ദിവസവും സ്കൂളിൽ വരും. അതായത് പഠിപ്പിച്ചിട്ടാണെന്ന് കാണിക്കാം. എല്ലാ ദിവസവും സ്കൂളിൽ വരുന്നവരും പൊതുവെ പഠിപ്പിച്ചിട്ടാണെന്നാണ് പറയാറ്. നെക്സ്റ്റ് നോക്കാം. എന്തേ സ്കൂളിൽ he always brought the same lunch. എന്താണ്, അവന് എല്ലാ ദിവസവും ഒരേ ലഞ്ച് തന്നെയാണ് കൊണ്ടുവരുന്നത്. A bowl of rice wrapped in a radish leaf. റാഡിഷ് ലീഫിൽ ഇതിനകത്ത് വരില്ല. റാഡിഷ് എന്ന് വെച്ചാൽ എന്തൊരു കിഴങ്ങ് വർഗത്തിൻ്റെ ഒരു ലീഫാണ് കേട്ടോ. ഓക്കെ, അപ്പം ഒരു ചെറിയ ബോൾ ഓഫ് റൈസ്, ഞാൻ ഇങ്ങനെ അവിടെയൊക്കെ സ്റ്റിക്കി റൈസ് ആണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല കേട്ടോ, ഇത് ഏത് നാട്ടുരാജ്യക്കാരനാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഒരു ബോൾ ഓഫ് റൈസ് എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഒരു റൈസിൻ്റെ ഒരു ചെറിയ കഷ്ണവും അതുപോലെ തന്നെ അതെന്താണ്, അത് ഒരു റാഡിഷ് ലീഫിൽ റാപ്പ് ചെയ്തൊരു റൈസിൻ്റെ ചെറിയൊരു കഷ്ണവും ആണ് അവൻ കൊണ്ടുവരുന്നത്. ആ ഒരു ചെറിയ കഷ്ണം റൈസിൽ അത് പൊതിഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്. റാപ്പിഡ് മീൻസ് പൊതിയുക. ഓക്കെ, പിന്നെ even when it rained or stormed, he still came trudging along. അതായത് അതിപ്പോ എത്ര മഴയാണെങ്കിലും എത്ര കാറ്റാണെങ്കിലും വെയിലാണെങ്കിലും ചൂടാണെങ്കിലും എന്താണെങ്കിലും പനിയാണെങ്കിൽ പോലും അവനെന്നും ക്ലാസ്സിൽ വരും. പിന്നീട് എന്താണ്, he would then be wrapped in a raincoat made from zebra grass. സീബ്ര ഗ്രാസിൽ നിന്നും ഉണ്ടാക്കിയിട്ടുള്ള ഒരു റെയിൻകോട്ടാണ് അവൻ മഴക്കാലത്തൊക്കെ ഇട്ടിരുന്നത്. അതുപോലെ തന്നെ സീബ്ര ഗ്രാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുൽച്ചെടിയാണ്. അതിൻ്റെ ഇല വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്, ഈ ഒരു കോട്ട് ഉണ്ടാക്കുന്നത്. പിന്നീട് 5 years went by and we were in the 6th grade. അതായത് 5 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മൾ 6ാം ക്ലാസ്സിൽ ആയി. പിന്നീട് ഗ്രേഡ് എന്നുള്ളത് സ്റ്റാൻഡേർഡ് മാത്രമല്ല കേട്ടോ, ക്ലാസ്സിനെ സൂചിപ്പിക്കുന്നത് ഗ്രേഡ് എന്നുള്ള ഒരു വേർഡും കൂടെ ഉണ്ട്. ക്ലാസ്സിനെ സൂചിപ്പിക്കുന്നത് 6th ഗ്രേഡ് എന്ന് വെച്ചാൽ 6ാം റാങ്ക്, 6ാം സ്ഥാനം, അങ്ങനെയല്ല. ഗ്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില 6th ഗ്രേഡ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ 6ാം ക്ലാസ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ദ ലാസ്റ്റ് ക്ലാസ് ഇൻ സ്കൂൾ, അതായത് നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആണ്, സ്കൂളിലെ ലാസ്റ്റ് ക്ലാസ് ആണ്. 6ാം ക്ലാസ് വരെ എവിടെയുള്ള കൂടിപ്പോയാൽ 4ാം ക്ലാസ് LP സ്കൂള്, 5 മുതൽ 7 വരെ UP സ്കൂൾ. ഇവിടെ എന്തൊരു 6, ഒരു കണക്കും ഇല്ല, മൂലയില്ലാത്തൊരു സംഭവം. ഓക്കെ, അവർ ന്യൂ ടീച്ചർ മിസ്റ്റർ ഇസോബി വാസ് എ ഫ്രണ്ട്ലി മാൻ വിത്ത് എ കൈൻഡ് സ്മൈൽ. അതായത് നമ്മുടെ പുതിയ ക്ലാസ് ടീച്ചറായിരുന്നു മിസ്റ്റർ ഇസോബ് കേട്ടോ. ഇസോബ് ഒരു മെന്നിൻ്റെ പേരാണ്. ഇസോബ് എന്ന് കേട്ടപ്പോൾ ഞാൻ ആദ്യം ഒരു പെൺ ടീച്ചറാണെന്ന് വിചാരിച്ചു. പോട്ടെ, നമ്മുടെ ചിന്താഗതികൾ മാത്രം.
സോ ഓക്കെ, അതൊരു നല്ല എപ്പോഴും നല്ലൊരു ചിരിയോട് കൂടി നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കൂട്ടുകാരനെ പോലെ ഉള്ള ഒരാളായിരുന്നു മിസ്റ്റർ ഇസോബ് എന്ന് പറയുന്നത്. It was Mr. Isob who changed the way we looked at Chibi. അതായത് മിസ്റ്റർ ഇസോബ് എന്ന് പറയുന്ന ആ ഒരു ടീച്ചർ എന്ത് ചെയ്തു, നമ്മുടെ ചിബിയെ കണ്ടിരുന്ന വഴി ആകെപ്പാടെ മാറ്റിക്കളഞ്ഞു എന്ന് പറയാണ്. ഓക്കെ, അപ്പം എന്താണ് ഇവിടെ പറയുന്നത്? ഈ ചിബിനെ ഇവരാരും മൈൻഡ് ചെയ്യില്ലായിരുന്നല്ലോ, ആകെ ആള് ഒറ്റപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതെല്ലാം ആര് മാറ്റിമറിച്ചു എന്ന് പറയുവാണ്. ഈ മിസ്റ്റർ ഇസോബ് മാറ്റിമറിച്ചു. മിസ്റ്റർ ഇസോബ് often took his class to the hilltop behind the school. എന്താണ് ഇവിടെ? അതായത് അദ്ദേഹം ക്ലാസ് റൂമിൽ വെച്ചിട്ടല്ല ക്ലാസ് എടുക്കുന്നത്, കുന്നിൻ ചെരുവിൽ വെച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. പ്രകൃതി രമണീയമായിട്ട് കുട്ടികൾ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ച് കാണും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതിയിട്ട് നോട്ടൊക്കെ കൊടുക്കുമ്പോൾ നോട്ട് വെറുതെ വാങ്ങിച്ചു വെച്ചേക്കുന്നത്. സോ ഓക്കെ, he was pleased to learn that Chibi knew all the places where the wild grapes and wild potatoes grew. ഓക്കെ, എന്താണ് ചിബിക്ക് ആ ഒരു ഏരിയയിലുള്ള എല്ലാ ചെടികളെ പറ്റിയിട്ടും എല്ലാ ഗ്രേപ്പുകൾ, എല്ലാ മുന്തിരികളെ പറ്റിയിട്ടും ഒക്കെ അറിയായിരുന്നു എന്ന് പറയാണ്. അതുപോലെ തന്നെ ഹി വാസ് പ്ലീസ്ഡ്, ഓക്കെ അദ്ദേഹം ഭയങ്കര ഹാപ്പി ആയിരുന്നു അതിലെന്ന് പറയാണ്. ആര്? മിസ്റ്റർ ഇസോബ്. ഓക്കെ. He was amazed to find how much Chibi knew about all the flowers in our class garden. Class garden എല്ലാ ഫ്ലവറുകളെ പറ്റിയിട്ടും ആർക്കറിയായിരുന്നു? ചിബിക്ക് അറിയായിരുന്നു. അത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി എന്ന് പറയാണ്. അത് ആ ഒരു സാറിനെ ഭയങ്കരമായിട്ട് ഹാപ്പി ആക്കി എന്ന് പറയാണ്. അതുപോലെ തന്നെ he liked Chibi's black and white drawings and tacked them up on the wall for everyone to see. എല്ലാവരും കാണാൻ വേണ്ടിയിട്ടാ അദ്ദേഹത്തിന് ചിബി വരച്ച ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിന്റിങ്സ് എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ വാളിൽ തൂക്കിയിടാന്ന് പറയാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ. ഇത് ഞാൻ മുമ്പ് വൈറ്റ് ബോർഡ് ചാർട്ടല്ലേ ഉപയോഗിച്ചിരുന്നത്, അത് അടിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരിതാണ്. അവിടെ ആയിരുന്നു ഗൈസ് കയറൊക്കെ വെച്ച് കെട്ടി തൂക്കി ഇതൊക്കെ ഇട്ടിരുന്നത്. പിന്നീട് ഞാൻ അതിങ്ങനെയൊക്കെ ആക്കി എടുത്തു. ഞാനല്ല, എൻ്റെ വീട്ടുകാർ. ഓക്കെ, അപ്പോൾ അത് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുകളിൽ തൂക്കിയിട്ടു എന്ന് പറയാണ്. ഓക്കെ, പിന്നീട് പറയാണ് he also had no complaints about Chibi's handwriting. അദ്ദേഹത്തിന് യാതൊരു കംപ്ലൈൻറ്റുകളും ചിബിയുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ ഇല്ലായിരുന്നു എന്ന് പറയാണ്. only Chibi could read it. എന്താണ്, ആകെ ചിബിക്ക് മാത്രമേ അത് വായിക്കാൻ കഴിയുള്ളൂ. അത്രയും മോശം ഹാൻഡ് റൈറ്റിംഗ് ആണ് ചിബിയിരുന്നത്. അത് കണ്ട് നമുക്ക് മനസ്സിലാകും. പക്ഷെ ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു. ആ ഇസോബ് എന്ന് പറയുന്ന സാറിന് കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, മിസ്റ്റർ ഇസോബ് tacked some of what Chibi wrote on the wall. എന്താണ് ഇങ്ങനെ എന്താണ് ചിബി എഴുതിയിട്ടുള്ള കുറച്ച് റൈറ്റിങ്സ് ഒക്കെ ഈ ഇസോബ് വാളിൽ ഇങ്ങനെ ആണി അടിച്ച് വെച്ചു എന്ന് പറയാണ്. എന്തൊരു മണ്ടത്തരങ്ങളാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ആൻഡ് he often spent time talking to Chibi when no one was around. ആരും അവിടെയൊന്നും ഇല്ലാത്തപ്പോൾ ഈ മിസ്റ്റർ ഇസോബിന് ഭയങ്കര ഇഷ്ടമായിരുന്നു ചിബിൻ്റെ കൂടെ ഇങ്ങനെ സംസാരിക്കാനൊക്കെ. ഓക്കെ, അതായത് ഈ മിസ്റ്റർ ഇസോബിൻ്റെ പെറ്റായിരുന്നു ചിബി. നമ്മളിങ്ങനെ പറയില്ലേ ടീച്ചേഴ്സ് പെറ്റ് എന്നൊക്കെ. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ. ഇത്രയുള്ളൂ. ബൈ.